ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂലൈ 30 വ്യാഴാഴ്ച തിരർത്തി വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഹോളിവുഡ് സിനിമയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. മാർവൽ സ്റ്റുഡിയോസിന്റെ കോമിക് യൂണിവേഴ്സിലെ 38ാമത്തെ ചാപ്റ്റർ കൂടിയായ ഈ സിനിമയ്ക്ക് കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വമ്പൻ ട്രെൻഡിങ്ങാണ് നേടിയെടുക്കാനായിട്ടുള്ളത്. ഇന്ന് തന്നെ ബുക്ക് മൈ ഷോയിൽ 65,000 70,000 ടിക്കറ്റാണ് മണിക്കൂറിൽ ഈ സിനിമയ്ക്കായി വിറ്റുകൊണ്ടിരിക്കുന്നത്. സിനിമ ഇന്നലെ വരെയുള്ള 2 ദിവസം കൊണ്ട് കേരളത്തിൽ 10,25,00,000 രൂപയാണ് കളക്ട് ചെയ്യുന്നത്. മൂന്നാം ദിവസം കൂടിയായ ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 5,50,00,000 റേഞ്ചിലാണ്. അങ്ങനെ 15,75,00,000 റേഞ്ചിലാണ് 3 ദിവസം കൊണ്ട് കേരളത്തിൽ ഈ സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. അതേസമയം സിനിമയുടെ 2 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ പോസ്റ്റർ അണിയർ പ്രവർത്തകർ പങ്കുവച്ചിട്ടുണ്ട്. സോണി പിക്ചേഴ്സ് എന്ന് പുറത്തുവിട്ട ഏറ്റവും പുതിയ പോസ്റ്റർ പ്രകാരം ഈ സിനിമ 2 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 131,40,00,000 രൂപയാണ്. 3D എക്സ്പെൻസ് ഒഴിവാക്കിക്കൊണ്ടുള്ള കളക്ഷൻ ഡാറ്റയാണ് ഇത്. ഒഫീഷ്യൽ പോസ്റ്ററുമായി സാമ്യമുള്ള കളക്ഷൻ ഡാറ്റ തന്നെയാണ് ട്രാക്കേഴ്സും പുറത്തുവിട്ടിട്ടുള്ളത്. 131,51,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. 3D എക്സ്പെൻസ് കൂടി ആഡ് ചെയ്യുമ്പോൾ ഇന്ത്യൻ ഗ്രോസായി 2 ദിവസം കൊണ്ട് സിനിമ നേടിയെടുത്തിരിക്കുന്നത് 147,32,00,000 രൂപയാണ്. ഇനി മൂന്നാം ദിവസം എന്ന ശനിയാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് 75 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 3 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി ഈ സിനിമ 3D എക്സ്പെൻസ് ഉൾപ്പെടെ നേടിയെടുത്തിരിക്കുന്നത് 200 കോടിയല്ല, മറിച്ച് 220 കോടി റേഞ്ചിലാണ്. ദളപതി വിജയ് നായകനായി എച്ച് വിനോദ് സംവിധാനം ചെയ്ത് ജൂലൈ 23 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ജനനായകൻ. ചിത്രം രണ്ടാമത്തെ ശനിയാഴ്ച കൂടിയ 10 ദിവസമാണ് ഇന്ന് പിന്നിട്ടിരിക്കുന്നത്. സിനിമ ഇന്നലെ വെള്ളിയാഴ്ച തമിഴ്നാട്ടിൽ കളക്ട് ചെയ്തത് 3,90,00,000 രൂപയായിരുന്നു. അങ്ങനെ 9 ദിവസം കൊണ്ട് 118,36,00,000 രൂപയാണ് തമിഴ്നാട് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത്. കേരളത്തിൽ ഇന്നലെ 25 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 15,39,00,000 രൂപയാണ് 9 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. കർണാടകയിൽ 28,93,00,000, ആന്ധ്രാപ്രദേശിൽ 6,89,00,000, തെലങ്കാനയിൽ 6,99,00,000, ഹിന്ദി മേഖല ഉൾപ്പെടെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 22,32,00,000 എന്നിങ്ങനെ ഇന്നലെ വരെ ഇന്ത്യൻ ഗ്രോസായി കളക്ട് ചെയ്തത് 198,88,00,000 രൂപയാണ്. വേൾഡ് വൈഡ് ഗ്രോസ് 279,94,00,000 രൂപയുമാണ്. ഇനി 10ാം ദിവസം എന്ന ശനിയാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 35 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 10 ദിവസം കൊണ്ട് കേരളത്തിൽ സിനിമ 15,75,00,000 റേഞ്ചിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 4.5 കോടി റേഞ്ചിലാണ്. അങ്ങനെ 123 കോടി റേഞ്ചിലാണ് തമിഴ്നാട്ടിൽ സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. 10 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് 205 കോടി റേഞ്ചിലും വേൾഡ് വൈഡ് ഗ്രോസ് 285 കോടി റേഞ്ചിലുമാണ് പ്രതീക്ഷിക്കുന്നത്. കുഞ്ചാക്കോ ബോബൻ നായകനായി കിരൺദാസ് സംവിധാനം ചെയ്ത് ഇന്നലെ ജൂലൈ 31 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഉന്മാദം. ഷാഹി കബീർ കഥ, തിരക്കഥ, സംഭാഷണം ഒരുക്കിയ ഈ സിനിമയിൽ സിദ്ദീഖ്, ലിജോ മോൾ ജോസ്, കൃഷ്ണപ്രഭ, സുധീഷ്, സാബുമോൻ എന്നിങ്ങനെയായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ഈ സിനിമ ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത് 85 ലക്ഷം രൂപയാണ്. കർണാടകയിൽ സിനിമ കളക്ട് ചെയ്തത് 4 ലക്ഷം രൂപയാണ്. തമിഴ്നാട്ടിൽ നിന്ന് 2,50,000 കളക്ട് ചെയ്ത ഈ സിനിമ 92 ലക്ഷം രൂപയാണ് ആദ്യ ദിവസം ഓപ്പണിംഗ് ആയി നേടിയെടുത്തിട്ടുള്ളത്. വിദേശത്ത് നിന്ന് $40,000, അതായത് 38,15,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. സിനിമ ആദ്യ ദിവസം ലോകമെമ്പാടുമായി കളക്ട് ചെയ്തത് 1,30,00,000 രൂപയാണ്. ഇനി രണ്ടാം ദിവസമായ ശനിയാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 80 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 2 ദിവസം കൊണ്ട് 1,65,00,000 റേഞ്ചിലാണ് കേരളത്തിൽ ഈ സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. സിനിമയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് 2,50,00,000 റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ജൂലൈ 30 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് പ്ലൂട്ടോ. ആദിത്യൻ ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ നീരജ് മാധവ്, അൽതാഫ് സലീം, അജു വർഗീസ്, ആഷ ചാന്ദിനി ബൈജു, നിഹാൽ നിസാം എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ വ്യാഴം, വെള്ളി എന്നിങ്ങനെ 2 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ സിനിമ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 38 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമ ഇന്ത്യൻ ഗ്രോസായി 2 ദിവസം കൊണ്ട് 41,60,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. ഇനി മൂന്നാം ദിവസം എന്ന ശനിയാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 25 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 3 ദിവസം കൊണ്ട് 60-65 ലക്ഷം റേഞ്ചിലാണ് സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിരിക്കുന്നത്. ജൂലൈ 30 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത ബോളിവുഡ് സിനിമയാണ് ഭായി തേരാ സ്റ്റാർ ഹേ. വിവേക് ബി അഗർവാൾ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രാഘവ് ജുയാൽ, സഞ്ജയ് കപൂർ, നിക്കി വാലിയ, നിഹാരിക എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. സിനിമയുടെ വ്യാഴം, വെള്ളി എന്നിങ്ങനെ 2 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യ ദിവസം 29,30,000 രൂപയും രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച 21,90,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യൻ ഗ്രോസായി ആദ്യ 2 ദിവസം കൊണ്ട് 51,20,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഷെയറായി 24,43,000 രൂപ കിട്ടിയിട്ടുണ്ട്. ഈ സിനിമയുടെ വിദേശ റിലീസിംഗ് പൂർത്തിയായിട്ടില്ല. ജൂലൈ 30 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് ശ്രീനിവാസ മംഗാപുരം. അജയ് ഭൂപതി തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ റാഷ തഡാനി, ജയാനന്ദ റെഡ്ഡി, ജയകൃഷ്ണ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി ആദ്യ ദിവസം 1,74,00,000 രൂപയും ഇന്നലെ വെള്ളിയാഴ്ച 1,08,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ആന്ധ്രയിൽ ഈ സിനിമ 1,49,00,000 രൂപയും തെലങ്കാനയിൽ 1,15,00,000 രൂപയുമാണ് 2 ദിവസം കൊണ്ട് നേടിയത്. കർണാടകയിൽ 16 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 1,50,000 ഉൾപ്പെടെ 2 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി 2,82,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. വിദേശത്ത് നിന്ന് $18,000, അതായത് 17 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ടോട്ടൽ 2 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസായി 2,99,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും മികച്ച ഹോൾഡുകളെടുത്ത് മുന്നോട്ട് പോകുന്ന ബോളിവുഡ് സിനിമയാണ് ധമാൽ 4. ഈ സിനിമയുടെ 22 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ വന്നിട്ടുണ്ട്. ഇന്നലെ വെള്ളിയാഴ്ച ഇന്ത്യൻ ഗ്രോസായി സിനിമ കളക്ട് ചെയ്തത് 1,41,00,000 രൂപയാണ്.
22 ദിവസം കൊണ്ട് ഈ സിനിമ ഇന്ത്യയിൽ നേടിയെടുത്തിരിക്കുന്നത് 192 കോടി 69 ലക്ഷം രൂപയുമാണ്. വിദേശത്ത് നിന്ന് 22 കോടി 67 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി 22 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിരിക്കുന്നത് 215 കോടി 36 ലക്ഷം രൂപയാണ്. 81 കോടി ബ്രേക്ക് ഈവൻ പോയിന്റുള്ള ഈ സിനിമയ്ക്ക് 97 കോടി 24 ലക്ഷം രൂപ ഷെയറായി കിട്ടിയിട്ടുണ്ട്. തിയേറ്ററിക്കൽ പ്രോഫിറ്റായിട്ട് സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് 16 കോടി 24 ലക്ഷം രൂപയാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.